നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഒരു കോണിലുള്ള തീരദേശ സംസ്ഥാനമായ കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾ ഏറെയാണെന്നതാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ച വകുപ്പിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ വകുപ്പുകളിൽ ഒന്നാണ് ടൂറിസം. തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ച് കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രിയ ശേഷം ആദ്യമായി മണ്ഡലത്തിലെത്തിയ സുരേഷ് ഗോപിക്ക് സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ളത് നിരവധി ലക്ഷ്യങ്ങളാണെന്ന് പ്രതികരിച്ചിരുന്നു. കേരളത്തിൽ എയിംസ് വരുന്നതിനെ ചൊല്ലി മുമ്പ് കേരളത്തിൽ ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോഴും ആ ചർച്ചകൾ കൊഴുക്കുകയാണ്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അധികാരമേറ്റതിനു ശേഷമാണ് ഈ ചർച്ചകൾ ഏറെ വിവാദമാകുന്നത്. ഇക്കാര്യത്തിൽ ഒരു മാധ്യമത്തോട് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: സംസ്ഥാനത്തിന്റെ തെക്കുള്ള ജില്ലയിൽ എയിംസ് സ്ഥലം ഏറ്റെടുക്കണമെന്ന് മുഖ്യമന്ത്രിയോട് 2016 മുതൽ ആവശ്യപ്പെടുന്നതാണ്. അന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. അതിൽ രാഷ്ട്രീയമില്ല, വികസനത്തിന്റെ പ്രാദേശിക താല്പര്യങ്ങളില്ല. എയിംസ് പട്ടികയിൽ കേരളത്തെ ഉൾപ്പെടുത്താൻ കേന്ദ്ര ബഡ്ജറ്റിൽ ശ്രമമുണ്ടായെങ്കിലും സംസ്ഥാന സർക്കാരിൽ നിന്ന് വീഴ്ചയുണ്ടായി. ഒരു പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത കൊണ്ട് നേടിയെടുക്കാവുന്നതെല്ലാം ചെയ്യേണ്ടതുണ്ട്. അതാകണം നമ്മുടെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുന്നു. കൂടാതെ കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ വരണമെങ്കിൽ കേരളത്തിൽ 2 ട്രാക്ക് കൂടി വരണം. അല്ലാതെ കൂടുതൽ ട്രെയിൻ ചോദിക്കുന്നതിൽ എന്ത് യുക്തിയാണ് ഉള്ളത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ചെറിയ തീപിടുത്തം പോലും ഉണ്ടായാൽ എല്ലാ സർവീസുകളും തടസ്സപ്പെടും. ഒരു മരക്കൊമ്പ് വീണാലും പ്രശ്നമായി. ആർജവമുണ്ടെങ്കിൽ 2 ട്രാക്കുകൾ കൂടി കൊണ്ടുവരാൻ സാധിക്കും. മെട്രോയ്ക്ക് വലിയ സാധ്യതയാണുള്ളത്. ഡൽഹി മെട്രോ UPയിലേക്കും ഹരിയാനയിലേക്കും ആകാമെങ്കിൽ കൊച്ചി മെട്രോ തൃശൂരും പാലക്കാടും കോയമ്പത്തൂരും എത്തും. ട്രാക്ക് വികസനം നടന്നില്ലെങ്കിൽ കേരളത്തിലേക്ക് അധിക ട്രെയിനുകൾ കൊണ്ടുവരാനാകില്ലെന്നത് ഉറപ്പാണ്. അതുപോലെ റോഡ് വികസനവും വേണം. റോഡ് വിപുലീകരിക്കുമ്പോൾ കച്ചവടക്കാർ ഒഴിഞ്ഞു പോകും. അത് സ്വാഭാവികമാണ്. അതെല്ലാം പഠിച്ച ശേഷമേ നടപ്പാകൂ എന്ന് അദ്ദേഹം പറയുന്നു. ഗുരുവായൂരിന്റെ വികസനം സംബന്ധിച്ചും വിശ്വാസികൾക്ക് പ്രതീക്ഷയുണ്ട്. അതിനായി ഗുരുവായൂരിന്റെ ഭൗതിക സാഹചര്യങ്ങളും ആവശ്യങ്ങളും ആദ്യം അറിയണം. അവിടെ വെള്ളം വേണം. പ്രകൃതിയിൽ നിന്നുള്ള വെള്ളം ക്രമീകരിക്കുന്നത് എങ്ങനെ, ഇതൊക്കെ അറിയണം. TV ചാനൽ വാർത്തയിൽ ഗുരുവായൂർ ക്ഷേത്ര പരിസരം അരയ്ക്ക് മുകളിൽ വെള്ളത്തിലാണെന്ന് കാണുമ്പോൾ വിദേശത്തുള്ളവർ നമ്മുടെ നാടിനെ കുറിച്ച് എന്ത് വിചാരിക്കും? അത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതിയെ കൂടിയാണ് ബാധിക്കുന്നത്. ഇതെല്ലാം എല്ലാവരും കൂടി പ്രവർത്തിച്ചാൽ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. കേരളത്തിലെ സ്ഥലപരിമിതി എല്ലാ വികസന പ്രവർത്തനങ്ങളും വലിയ പ്രതിസന്ധി തന്നെയാണ്. ഗുരുവായൂർ തന്നെ വളരെ ഇടുങ്ങിയ നഗരമാണ്. സ്പിരിച്വൽ ടൂറിസം നടപ്പാകുമ്പോൾ അത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചല്ല. ചേരമാൻ മസ്ജിദും ലൂർദ് പള്ളിയും ഭീമാപ്പള്ളിയും വരെ ഉണ്ടാകാം. ജർമ്മനിയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റിന് അയാളുടെ സുരക്ഷയാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ല. ആരെങ്കിലും ഏറുപടക്കം പൊട്ടിച്ചാലും സ്ഫോടനം നടന്നു എന്ന നിലയിലാണ് കാണുകയെന്നും അദ്ദേഹം പറഞ്ഞു. വിനോദസഞ്ചാരത്തിനും ആരോഗ്യ മേഖലയ്ക്കും ഏറെ വളക്കൂറുള്ള മണ്ണാണ് ആലപ്പുഴയിലേതെന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യയിൽ ഇതുവരെ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന വിനോദസഞ്ചാര സാധ്യത മേഖലകൾ കണ്ടെത്തേണ്ടതുണ്ട്. കേരളത്തിൽ നല്ല ബീച്ചുകൾ കുറവാണ്. ആലപ്പുഴയിലെ ബീച്ചിന് തന്നെ വിദേശ ബീച്ചുകളുമായി സാമ്യമുണ്ട്. പല ബീച്ചുകളും സുരക്ഷിതമല്ല. ചിലയിടങ്ങളിൽ കടലേറ്റം തടയാൻ പാറക്കെട്ടുകളുണ്ട്. കോവളം പോലും സുരക്ഷിതമല്ല. ഇതെല്ലാം വിദഗ്ധ സംഘം പഠിക്കും. അവർ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനനുസരിച്ചാണ് വികസന സാധ്യതകൾ ഉണ്ടാകുന്നത്. ബീച്ച് ടൂറിസം പോലെ കാർഷിക ടൂറിസവും ഉണ്ട്. തൃശൂരിലെ കാർഷിക സർവകലാശാല വലിയ സാധ്യതയാണ്. പക്ഷേ വികസനത്തിന്റെ നാമം മുളപ്പിക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ്. അവർ കണ്ടെത്തലുകൾ നടത്തണം. അത് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.